വീട്ടിലകത്ത് കയറിയപ്പോഴേക്കും ബാത്റൂമിൽ പോകാൻ പോയതാണ്. ബാത്റൂമിൽ അവിടെ അടിച്ചു വീണ് ബോധമില്ല. അപ്പോൾ അവിടെ ആരെയും വിളിക്കാനൊന്നും പറ്റില്ല, ഫ്ലാറ്റ് പോലത്തെ സ്ഥലമാണ്. അവളെ എൻ്റെ ഈശോയെ, എൻ്റെ മാതാവേ എന്ന് ഉറക്കെ നിലവിളിച്ചു. ആ സമയം അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മേല് മുഴുവനും തടിച്ചു പൊങ്ങി, ചൂടുകൊണ്ട്. അങ്ങനെ ഇവൻ കണ്ണു തുറന്ന് നോക്കി. ഉടനെ ഇവളെ തേനെടുത്ത് കൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ വിളിച്ചു, തൈലം പുരട്ടി. അങ്ങനെ അവൻ എഴുന്നേറ്റു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഇവന് ആർട്ടിക്കേരിയ ആൻജിയോ ഓഡിയാമ എന്നൊരു അലർജിയാണ്. ഇത് തണുപ്പൊക്കെ കൂടുമ്പോൾ ഉണ്ടാവും. പക്ഷേ ഈ അലർജി പെട്ടെന്ന് തൊണ്ട അടച്ചു പോയി. ഈ അലർജി വന്നാൽ ഉള്ളിലേക്ക് പാഞ്ഞു പോയാൽ മരണം വരെ വരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ മാതാവ്, അവളുടെ തൊണ്ടയാണ് അടഞ്ഞു പോയി, ശ്വാസമൊക്കെ അടഞ്ഞു പോയി. അപ്പം മാതാവ് ആ മകന് ജീവൻ നൽകി, സംരക്ഷിച്ചു. മേഴ്സി ബോൾഗാട്ടി എന്ന് വരുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയാണ് എനിക്ക് പള്ളിയിലൊക്കെ നിന്ന് പോകുമ്പോൾ ഈ കൃപാസന പേപ്പർ കിട്ടും. അപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഒന്നും നോക്കാറില്ല. കാരണം എല്ലാ ദിവസവും മദ്യപിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മദ്യപാനം, അത് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടാവും. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാലും എല്ലാം മറന്നു പോകും, വീടും മറന്നു പോകും. വീടിൻ്റെ അതിലെ കൂടി ചിലപ്പോൾ നേരെ പോകും, പിന്നെ പുഴയിലേക്ക് കിണറ്റിലേക്കൊക്കെ പോകും. അങ്ങനെ മരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ ദിവസവും. പിന്നെ ഛർദിലും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം 2017 ഒരു ദിവസം ഇതുപോലെ ഞാൻ പേപ്പർ കൊണ്ടുവന്ന് അവിടെ എറാത്ത് തന്നെ ഒരു സ്ഥലത്തിട്ടു. ഞാനപ്പോൾ ഈ പേപ്പർ കൊണ്ടുവരുന്ന മുഴുവനും ഇയാളോട് മിണ്ടാതെ കിടക്കുന്നതിൻ്റെ താഴെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും, ഇയാളെ മാതാവ് മാനസാന്തരപ്പെടുത്തണം എന്ന്. ഈ ഒരു ദിവസം ഞാൻ ധൃതി ആയതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പേപ്പർ ഇട്ട് കടന്നുപോയി. പിന്നെ ഞാൻ മറന്നുപോയി. അന്ന് ഒരുപാട് മദ്യപിച്ച് എൻ്റെ വീടും കഴിഞ്ഞ് നേരെ പോയി. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന വിരുന്നുകാർ കണ്ട് പിടിച്ചോണ്ട് വന്നു. അപ്പോൾ അവർക്കൊന്നും അധികം അറിയില്ല. പിടിച്ചോണ്ട് വന്നിട്ട് അന്ന് ഒട്ടും ബോധമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ പേപ്പർ എടുത്ത് നോക്കി. ഉടനെ തന്നെ പിന്നത്തെ ചൊവ്വാഴ്ച ആയപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം ഇന്ന് വരെ ഒരു തരി പോലും മദ്യപിച്ചിട്ടേ ഇല്ല. അതുമാത്രമല്ല, പള്ളിയിലൊക്കെ മുമ്പും ഞായറാഴ്ചയൊക്കെ പോയിരുന്നു. പക്ഷേ പള്ളിയിൽ പോവുകയോ കൂടുതൽ വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2021 നവംബർ ആയപ്പോഴേക്കും ഇയാൾക്ക് ലങ്സിന് കഫക്കെട്ടൊക്കെ കൂടി പഴുപ്പൊക്കെ ആയി. അത് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ്, അതുകൊണ്ട് ഇത് കഫമൊക്കെ വലിച്ചെടുത്ത് നോക്കാം നമുക്ക്, എന്നിട്ട് ബയോപ്സിക്ക് എടുക്കേണ്ടി വരുമായിരിക്കും, അതിൻ്റെ ഒരു രീതിയാണ് കാണുന്നതെന്ന്. അങ്ങനെ ഞാൻ എന്നും അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഈ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും തേനും നേർച്ച വസ്തുവൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇയാൾ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ആ സമയം മുഴുവനും ഞാനിത് ചൊല്ലിക്കൊണ്ട് മാതാവ് ഒന്നും വരുത്തേയില്ല എന്ന് വിശ്വസിച്ചു. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ തന്നെ ഇവിടെ വന്നു. എൻ്റെ അടുത്ത് സന്തോഷത്തോടെ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് വേറെ കുഴപ്പമൊന്നുമില്ല, ബയോപ്സിക്കൊന്നും എടുക്കണ്ട, പക്ഷേ ഇയാൾക്ക് മുമ്പ് ടിവിയുടെ എന്തോ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ അവിടെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതിനൊന്നും പ്രശ്നമില്ല, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു രോഗത്തിൽ നിന്ന്, അപ്പോൾ അതിന് മുമ്പ് ഇതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നതാണ്, വലിയൊരു രോഗത്തിൽ നിന്ന് ഈ മനുഷ്യനെ രക്ഷിച്ചു. അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇനി വേറൊരു സാക്ഷ്യം, എൻ്റെ മോൾക്ക് നേഴ്സിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നേഴ്സിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വിടാതിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് 2004 അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ജോസപ്പച്ചൻ, ബഹുമാനപ്പെട്ട ജോസപ്പച്ചൻ്റെ അടുത്ത് ഒന്ന് പോകുന്നു പറഞ്ഞു. ഞാനിവിടെ കൊണ്ടുവന്നു. ഇവളെ കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവളെ നേഴ്സാകാൻ തന്നെയാണ് വിളിക്കുന്നത്, കാരണം അച്ഛൻ ഒരു TV ഇങ്ങനെ കാണുകയാണ്, ഒരു സാരി ഉടുത്തിട്ട് നീല കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു നേഴ്സിനെയാണ് കണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ പറഞ്ഞനുസരിച്ച് നേഴ്സിങ്ങിന് വിട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പോയി. ഇവളെ ഇപ്പോൾ MSc കഴിഞ്ഞതാണ്. അങ്ങനെ അയർലൻഡിലേക്ക് കിട്ടി. അവിടെ ഉണ്ടായിരുന്ന ആ മേഡം മലയാളികളോട് വളരെ പാർഷ്വാലിറ്റി കാണിക്കുന്ന ഒരു മേഡമായിരുന്നു. അങ്ങനെ ഈ മേഡത്തിന് ഇവളോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഇവൾ ഉടമ്പടി എടുത്തിരുന്നു. ആ കാശ് രൂപ എപ്പോഴും കൊണ്ടുപോകും. പിന്നെ 91 സങ്കീർത്തനം എഴുതി പോക്കറ്റിലിടും. പക്ഷേ ഈ മേഡം എന്നും ദേഷ്യപ്പെടുകയും ഒന്നും ചെയ്തില്ലെങ്കിലും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവളെ വേറൊരു വാർഡിലേക്ക് വിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് കൊറോണ വന്നിട്ട് എല്ലാ നേഴ്സുമാർക്കും അവിടെയുള്ള മേഡംസിനൊക്കെ കൊറോണ വന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ എപ്പോഴും ഇത് ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവേ കൊറോണ വരരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഇന്ന് വരെ ഈ മോൾക്ക് മാത്രം കൊറോണ വന്നിട്ടില്ല. അവളെ ആ വാർഡിൽ നിന്ന് അവർക്ക് മലയാളികളെ ഇഷ്ടമില്ല. അവർ വാർഡിൽ നിന്ന് മോളെ ഒരുപാട് വയസ്സന്മാരെയൊക്കെ കിടത്തിയിരിക്കുന്ന ഒരു വാർഡുണ്ട് അവിടെ. 80 കിലോ 90 കിലോ ഒക്കെയാണ് ഓരോരുത്തർ. അത് വീട്ടിലൊന്നും ഇഷ്ടമില്ലാതെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നതാണ്. മരിക്കുമ്പോഴാണ് അവരവിടെ നിന്ന് കൊണ്ടുപോകുക. അയർലൻഡാണ് സ്ഥലം എന്ന് ഓർക്കണം. അപ്പം വേഗം ഇവളുടെ ജൂനിയേഴ്സിനെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ഇവളെ ആ വാർഡിലേക്ക് വിട്ടു. അങ്ങനെ വിട്ടപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര സങ്കടമായി. അതിനിടയിൽ കുഞ്ഞിനെയും അവളുടെ ഭർത്താവിനെയും കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ അതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഇവൾ അവിടെ നിന്ന് വളരെ വിഷമത്തോടെ ഇതുപോലെ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആ വാർഡിൽ ചെല്ലുമ്പോഴേക്കും അവരെയൊക്കെ പൊക്കുകയും വലിക്കുകയൊക്കെ ചെയ്യണം. അറ്റൻഡർമാരാണെങ്കിൽ അധികം സഹായിക്കുകയുമില്ല. ചില നേഴ്സുമാർ കൂടെയുള്ളവരും ചെയ്യാതെയൊക്കെ ഇരിക്കും. അങ്ങനെ ഇവൾ എന്നെ വിളിച്ച് പറയും, അമ്മേ ആ മാഡം കാരണമാണെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, അങ്ങനെയല്ല, മാതാവ് ഒരുപാട് സഹിച്ച് ക്ഷമിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ ഇവൾ പറഞ്ഞു ഇവിടെ നിന്നൊരു ഉന്നതി എനിക്കുണ്ടാകുകയില്ല, കാരണം അവിടെ വേറെ വാർഡിലുള്ളവർക്കൊക്കെ ഒരു ക്ലാസ്സൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ അവൾ പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ല അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, മാതാവ് എല്ലാം തരും. അങ്ങനെ ഞാൻ പറഞ്ഞു ക്ഷമിച്ച് പ്രാർത്ഥിക്കാം മേഡത്തിനോട്. അങ്ങനെ ഞാനും ഇവിടെ ഇരുന്ന് പറഞ്ഞു, മാതാവേ ആ സ്ത്രീക്ക് ഒരറിവില്ലാത്തത് കൊണ്ടാണ്, മാതാവ് അവരോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴ് ഞാൻ ഈ ജനുവരിയിൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നപ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റാതെയായി. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇടയ്ക്ക് ബ്ലീഡിംഗ് ഒക്കെ വന്ന് പ്രശ്നമായി. എന്നിട്ട് ഇവിടെ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടായപ്പോൾ അവിടെ നിന്ന് പോരാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ജനുവരിയിലും ഇങ്ങനെ പുറത്തുനിന്ന് പേപ്പറിലൊക്കെ കണ്ട് എഡ്യൂക്കേറ്ററിൻ്റെ പോസ്റ്റ്, നഴ്സിംഗ് എഡ്യൂക്കേറ്ററിൻ്റെ പോസ്റ്റ് കണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞേടി അതൊന്നും കിട്ടുകയില്ല, കാരണം ഇവിടെ കോഴ്സ് എടുക്കാതെ എഡ്യൂക്കേറ്റർ പോസ്റ്റ് കിട്ടാൻ ഒട്ടും സാധ്യതയില്ല, നീ അതുകൊണ്ട് കൊടുക്കണ്ടെന്ന്. പക്ഷേ അവൾ പറഞ്ഞു മാതാവിനെ വിചാരിച്ചുകൊണ്ട് അത് കൊടുത്തു. 3 പ്രാവശ്യവും കിട്ടിയില്ല. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ഇപ്പം കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, മാതാവ് എല്ലാം തരും, അതുകൊണ്ട് നീ കൊടുത്തോളുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മോളെ അവിടെ സെലക്ട് ചെയ്തു. അതായത് അവൾ ആ പോകുന്നതിൻ്റെ തലേ ദിവസം, അവൾക്കാണെങ്കിൽ ഒന്നും എന്താ ചോദ്യം എന്നൊന്നും അറിയില്ല, അവിടുത്തെ ഇംഗ്ലീഷും ഒരുമാതിരി ആയിട്ടുള്ളൂ. അപ്പോൾ അവൾ പോകുന്നതിൻ്റെ തലേ ദിവസം, അപ്പോൾ ജെറിക്കോ പ്രാർത്ഥന വന്നപ്പോഴൊക്കെ ചെല്ലുമായിരുന്നു. പോകുന്നതിൻ്റെ തലേ ദിവസം വേഗം ജെറിക്കോ പ്രാർത്ഥന എടുത്ത് ചെല്ലുകയും, അപ്പോൾ ജെറിക്കോ പ്രാർത്ഥന ചെല്ലിയപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ പടം എടുത്ത് വെച്ച്, മാതാവിൻ്റെ പടവും ജെറിക്കോ പ്രാർത്ഥന ചെല്ലിയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പടവും വെച്ചിട്ട് ഇവൾ ജെറിക്കോ പ്രാർത്ഥന ചെല്ലി. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 പ്രാവശ്യം ചെല്ലി. എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കിത് തരണം. അങ്ങനെ ഇവൾ തൈലം എടുത്ത് നെറ്റിക്ക് കുരിച്ചിട്ട്, തൊണ്ടയിലും നാവിലും കുരിച്ചിട്ടു. എന്നിട്ട് ഇവളെ പിറ്റേ ദിവസം ഇവളെ ഒന്ന് മറിച്ചൊക്കെ നോക്കി എന്താണ്, അങ്ങനെ ഇവൾക്കൊന്നും അധികം ഒന്നും പറയാനുള്ള ഇതൊന്നും തോന്നിയില്ലെങ്കിലും പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ ചോദിക്കുന്നതെല്ലാം ഇവൾ പറഞ്ഞു. എല്ലാ മാതാവാണ് പറഞ്ഞു കൊടുത്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ പറഞ്ഞെങ്കിലും തിരിച്ച് വന്നിട്ട് ഇവൾ പറഞ്ഞു അതൊന്നും മലയാളികൾക്ക് കിട്ടുകയില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥന കൈവിടാതെ ഞാൻ ആരാധനത്തിൽ പോയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് രാത്രിയായപ്പോൾ പറയുകയാണ് 24 മണിക്കൂറിനുള്ളിൽ ഇവൾ സെലക്റ്റായി എന്ന് പറഞ്ഞ് അവർ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 25-ാം തീയതിയാണ് മാതാവിനോട് കൂടെ മകൾ അവിടെ പോയി ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. മാതാവെല്ലാം ഇനി അവളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ അവൾ അവിടെ ഉടമ്പടി എടുത്തിട്ട് ഓൺലൈൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം 2 മാസം ചുമയോട് ചുമ, എല്ലാവർക്കും കൊറോണ ആയിരുന്നു, ഇവൾക്ക് വന്നില്ല. ചുമ വന്ന് അവസാനം അച്ഛനെ വിളിച്ചു. അച്ഛൻ അന്ന് എന്തോ മാതാവ് കൊടുത്താന്ന് തോന്നി. അച്ഛൻ വിളിച്ച് പ്രാർത്ഥിച്ച് അന്ന് തന്നെ ആ നെഞ്ചിലുള്ള എല്ലാം മാറി, പ്രശ്നം മാറി. ഒരു ആഴ്ചയായപ്പോഴേക്കും ചുമ പൂർണ്ണമായിട്ടും മാറി. അങ്ങനെ ഒരുപാട് അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ തൈലത്തിൻ്റെ കാര്യം, ആ മകൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടെ ചെന്നിട്ട് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുറത്ത് പോകുമ്പോഴൊക്കെ ഇവളെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ തൈലം എടുത്ത് നെറ്റിക്ക് തരിയെടുത്ത് 2 പേരും നെറ്റിക്ക് പുരട്ടിയിട്ട് ആണ് ചിലപ്പോഴൊക്കെ മിക്കവാറും പുറത്ത് പോയി തിരിച്ച് വരണവർ. അപ്പോൾ അവൻ പറഞ്ഞു, വഴിയിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എന്തോ തല കറങ്ങുന്ന പോലെ, പിന്നെ അതുമല്ല ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരം ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത് തിരിച്ച് വന്ന് വീട്ടിലകത്ത് കയറിയപ്പോഴേക്കും ബാത്റൂമിൽ പോകാൻ പോയതാണ്. ബാത്റൂമിൽ അവിടെ അടിച്ച് വീണ് ബോധമില്ല. അപ്പോൾ അവിടെ ആരെയും വിളിക്കാനൊന്നും പറ്റില്ല, ഫ്ലാറ്റ് പോലത്തെ സ്ഥലമാണ്. അവൾ എൻ്റെ ഈശോയെ എൻ്റെ മാതാവേ എന്ന് ഉറക്കുന്നില്ല വിളിച്ചു. ആ സമയം അവൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മേല് മുഴുവനും തടിച്ച് പൊങ്ങി, ചൂടുകൊണ്ട്. അങ്ങനെ ഇവൻ കണ്ണുറന്ന് നോക്കി. ഉടനെ ഇവള് തേനെടുത്ത് കൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ വിളിച്ചു, തൈലം പുരട്ടി. അങ്ങനെ അവൻ എഴുന്നേറ്റു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഇവന് ആർട്ടിക്കേരിയ ആൻജിയോ ഓഡിയാമ എന്നൊരു അലർജിയാണ്. ഇത് തണുപ്പൊക്കെ കൂടുമ്പോൾ ഉണ്ടാവും. പക്ഷേ ഈ അലർജി പെട്ടെന്ന് തൊണ്ട അടച്ചു പോയി. ഈ അലർജി വന്നാൽ ഉള്ളിലേക്ക് പാഞ്ഞു പോയാൽ മരണം വരെ വരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ മാതാവ്, അവളുടെ തൊണ്ടയാണ് അടഞ്ഞു പോയി, ശ്വാസമൊക്കെ അടഞ്ഞു പോയി. അപ്പം മാതാവ് ആ മകന് ജീവൻ നൽകി, സംരക്ഷിച്ചു. ഇന്നിപ്പോൾ അവനൊരു ജോലിയും കിട്ടി. ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വിഷമമായിരുന്നു, കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അങ്ങനെ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇപ്പം 3 ദിവസം അവന് ജോലി കിട്ടും, ബാക്കിയുള്ള ദിവസം ഇവൾക്ക് ജോലിക്ക് പോകാം. അങ്ങനെയുള്ള ഒരു കാര്യം മാതാവ് ഞങ്ങൾക്ക് ക്രമപ്പെടുത്തി തന്നിരിക്കുന്നു. അനുഗ്രഹിക്ക് വിശേഷമാക്കി അസുഖമൊക്കെ ഉണ്ട്, ഗർഭാശയ അതെല്ലാം ഇപ്പോൾ കുറവുണ്ട്. അതിന് പൂർണ്ണമാകുമ്പോൾ ഞാനിവിടെ വന്ന് നന്ദി പറയും എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹസ്ബൻഡിന് മൈക്ക് കൊടുത്തേ. എത്ര വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനമാണ് മാറിയത്? ഞാനൊരു മൈക്ക് അടുപ്പിച്ച് വെച്ച് പറ. ഒരു 30-35 കൊല്ലമായിട്ടുണ്ട് മദ്യപിക്കണത്. മദ്യപാനം എന്ന് പറഞ്ഞാൽ പൈസ ഒരുപാട് കിട്ടും, അത് അങ്ങോട്ട് കളയും, പിന്നെ പൈസ ഒക്കെ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നത് മദ്യപാനം മാറ്റാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അന്നേരം മോൾക്ക് കുട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുപോലെ മോൾക്ക് കുട്ടീനെ കിട്ടി. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വന്നത്, മോൾക്ക് കുട്ടീനെ കിട്ടിയത്. അപ്പോൾ അതുകൂടാതെ മോൾ ഒരു അണലി കടിച്ചിട്ടുണ്ട് 92-ൽ. ഈ അണലി കളിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പറയണത് സയൻസിലൊക്കെ. പക്ഷേ അതങ്ങനെ മനസ്സിൽ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കിട്ടി. പിന്നെ അവൾ എക്സാം എഴുതി പാസ്സായി. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. പക്ഷേ മദ്യപാനമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ദൂഷ്യമായിട്ടിരുന്നത്. കാരണം ഞാൻ അത്രയും പൈസ കളയുമായിരുന്നു. മദ്യപിച്ചാന്ന് പറഞ്ഞാൽ ആരും മേടിച്ച് കുടിക്കില്ല, മദ്യപിച്ച ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും. ഇപ്പോൾ മദ്യപാനം നിർത്തിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഒരു 6 വർഷം ആകുമ്പോൾ. 6 വർഷമായിട്ട് മദ്യപിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് സാധനങ്ങളൊക്കെ വരും, പുറത്തുനിന്ന് ചേട്ടന്മാരും മക്കൾ കൊണ്ടുവരും, ഞാൻ വളർത്തിയ കൊച്ചു കൊണ്ടുവരും.
കാനഡയിൽ വന്നവരെ കൊണ്ടാലും ഞാൻ മേടിക്കില്ല കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈശോയ്ക്ക് നന്ദി, എന്നെ ഇത്ര എത്തിച്ചതിന്. ഇപ്പം ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, ചേട്ടന്മാർ രണ്ടും മരിച്ചുപോയി, എനിക്ക് കുടിച്ച് മരിച്ചേക്കണേ. എനിക്കിപ്പോൾ 70 വയസ്സായി. പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ദൈവം തന്ന കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു, കോടാനും കോടി നന്ദി പറയുന്നു.